ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 വിഷുഫലമാണ്. അത് മൂലം നക്ഷത്രക്കാരുടെ ഫലമാണ് ഇന്ന് പറയുന്നത്. മീനം രാശിയിൽ ശനിയും മിഥുനം രാശിയിൽ വ്യാഴവും നിൽക്കെ കൊല്ലവർഷം 1201 ആണ്ട് മേടമാസം 1, അതായത് 2026 ഏപ്രിൽ മാസം 14 ചൊവ്വാഴ്ച ചതയം നക്ഷത്രത്തിലാണ്. അത് ദ്വാദശി തിഥിയും കൃഷ്ണപക്ഷത്തിലെ ദ്വാദശി തിഥിയും സുരഭികരണവും ശുഭ്രനാമ നിത്യവും ഒത്തുവന്ന ദിവസം ഭൂമി ഭൂതോദയം കൊണ്ട് മേടം രാശിയിലേക്ക് രവി സംക്രമണം. മീനം രാശിയിൽ നിൽക്കുന്ന ആദിത്യൻ മേടം രാശിയിലേക്ക് മാറുന്ന സമയമാണ് ഞാൻ പറഞ്ഞത്. ഈ സമയത്തെ അടിസ്ഥാനമാക്കി മൂലം നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകൾ അതാണ് ഇന്ന് വിചിന്തനം ചെയ്തത്. വിഷുഫലം പറയുമ്പോൾ മറ്റ് ഗോചരഫലങ്ങളോ ജാതക ഫലങ്ങളോ ഒന്നും അടിസ്ഥാനപ്പെടുത്തിയല്ല. അത് ആദിത്യൻ എന്ന ഗ്രഹം ഏറ്റവും ബലവാനാകുന്ന ഉച്ചരാശിയാകുന്ന മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്തെ മറ്റ് ഗ്രഹങ്ങളുടെയും ഒക്കെ സ്ഥിതി അനുസരിച്ചുകൊണ്ട് മാത്രം പറയുന്ന ഫലമാണ്. ഇത് ഒരു വർഷത്തിനകം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. അതാണ് വിഷുഫലത്തിൻ്റെ പ്രത്യേകത. ഇന്നോ നാളെയോ എന്നുള്ളതല്ല, ഒരു വർഷത്തിനകം ഈ ആഗ്രഹങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രോഗ്രസീവായിട്ട് വന്നു ചേരുവാൻ യോഗമുണ്ട്. അതിന് ഒന്നാമതായിട്ട് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. അതുപോലെ തന്നെ ശ്രേയസ്സും യശസ്സും വന്നു ചേരും. നല്ല ദൈവാധീനമുള്ള ഒരു വർഷം. വിഷുവിന് ശേഷം ധാരാളം മഴ ലഭിക്കുകയും വൃക്ഷലതാദികൾക്കും പക്ഷി മൃഗാദികൾക്കും ഒക്കെ വളരെ അനുകൂലമാണ്. നദിയിലൊക്കെ ധാരാളം വെള്ളമുണ്ടാകുക, കൃഷിക്ക് ആവശ്യമായ വെള്ളമുണ്ടാകുക, കൃഷി ചെയ്യുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുക, പ്രകൃതിയെ സംബന്ധിക്കുന്നിടത്തോളം വളരെ നല്ല കാര്യങ്ങളാണ്. കുടിക്കുവാൻ ഉള്ള വെള്ളം ഉണ്ടെങ്കിലല്ലേ മൃഗങ്ങൾക്കും പക്ഷികൾക്കും വൃക്ഷങ്ങൾക്കും ഒക്കെ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. അത് മനുഷ്യനും പ്രധാനമാണ്. അങ്ങനെ കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ നല്ല ഒരു ഫലമാണ് ഉണ്ടാകുക. മൂലം നക്ഷത്രക്കാരായിരിക്കുന്നവർ പക്ഷിയെ വളർത്തുന്നവരുണ്ടാകാം. അതുപോലെ തന്നെ വൃക്ഷങ്ങളുടെ തൈ ബഡ്ഡിങ്ങിലും ഒക്കെ കൃഷി നഴ്സറി പോലെയൊക്കെ വളർത്തുന്നവർ, ചെടികൾ വളർത്തുന്നവർ, മൃഗസംരക്ഷണമുണ്ട്, മറ്റ് മത്സ്യ സമ്പത്ത് കൃഷി ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പോകുന്നു. ആ കൃഷിയുടെ സമ്പത്ത്, സുഗന്ധദ്രവ്യങ്ങൾ, മറ്റ് കാർഷിക വിളകൾ, ഭക്ഷണത്തിന് ആവശ്യമുള്ളത്, അതൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് നല്ല വിള ലഭിക്കുകയും വിളവിന് നല്ല വില ലഭിക്കുന്നതിനും യോഗമുണ്ട്. കൂടാതെ മറ്റ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നിച്ച് നല്ല മാർക്കോടുകൂടിയൊക്കെ പാസ്സാകുവാനും ഉപരിപഠനത്തിനും മറ്റ് പഠനം കഴിഞ്ഞവർക്ക് പഠിച്ച വിദ്യയ്ക്ക് അനുസരിച്ച് നല്ല ജോലി കിട്ടുവാനും യോഗമുണ്ട്. തൊഴിൽ ഭാവത്തെ വിചിന്തനം ചെയ്തതിൽ തൊഴിൽ ഭാവാധിപൻ്റെ ഒക്കെ സ്ഥിതി അങ്ങനെയാണ് ആ സമയത്ത് കണക്കാക്കുന്നത്. വിദ്യയ്ക്കനുസരിച്ച് തൊഴിൽ കിട്ടുക, നല്ല സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ ജോലി കിട്ടുക, കലാകാരന്മാരായിരിക്കുന്നവർക്കും സാഹിത്യകാരന്മാരായിരിക്കുന്നവർക്കും നല്ല പബ്ലിസിറ്റി ഉണ്ടാകുക, സ്ഥാനമാനങ്ങൾ കിട്ടുക, സമൂഹത്തിൽ അംഗീകാരം കിട്ടുക, നേതൃഗുണം ഉണ്ടാകുക. രാഷ്ട്രീയക്കാർക്ക്, അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളിലും സാമൂഹ്യ സംഘടനകളിലും പ്രവർത്തിക്കുന്നവർക്ക് നേതൃപാഠവും വർദ്ധിക്കുന്നതിനും ഒക്കെ യോഗമുണ്ട്. മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും അനുകൂലമാണ്. അനവധിയാണ് അതിൻ്റെ അവാന്തര വിഭാഗങ്ങൾ. പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നവർക്കും വിതരണം ചെയ്യുന്നവർക്കും അത് എടുത്ത് കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, സ്കാനിങ് ചെയ്യുന്നവർ, അങ്ങനെ ലാബറട്ടറി നിരവധി ആൾക്കാർ അതുകൊണ്ട് ജീവിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമാണ്. ആരോഗ്യ മേഖലയ്ക്ക് പ്രത്യേകമായ ഒരു നല്ല ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും പൊതുജനങ്ങളിൽ നിന്ന് ഒരു അംഗീകാരവും അഭിനന്ദനങ്ങളും ഒക്കെ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വന്നു ചേരുവാനായിട്ട് യോഗമുണ്ട്. അതുപോലെ തന്നെ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കും അനുകൂലമാണ്. സ്വന്തം നാട് വിട്ടുപോയി ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായ കാര്യം. ഭക്ഷണ കാര്യത്തിലും വസ്ത്രത്തിൻ്റെ കാര്യത്തിലായാലും ആഭരണങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ ഒരു
അഭിവൃദ്ധികൾ വന്നു ചേരും. പുതുമയുള്ള വസ്ത്രങ്ങളൊക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട്. അതുപോലെ ഗൃഹോപകരണങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട്. ദീർഘ നാളുകളായിട്ട് സന്താനഭാഗ്യത്തിന് ആഗ്രഹിക്കുന്ന ദമ്പതികളായിട്ടുള്ളവർക്ക് ഒരു സന്താനഭാഗ്യം ഉണ്ടാകുവാൻ യോഗമുണ്ട്. സഹോദര സ്ഥാനിയിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ സഹായങ്ങൾ ലഭിക്കുവാൻ യോഗമുണ്ട്. വളരെ നല്ലതാണ് ഈ വിഷുവിന് ശേഷം ഈ മൂല നക്ഷത്രക്കാർക്ക്. അതായത് കണ്ടകശനിയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക ആണ്. അങ്ങനെ നോക്കുമ്പോൾ കണ്ടകശനി എന്ന് പറയുമ്പോൾ ഞുണ്ടി നടക്കും, തെണ്ടി നടക്കും, ചീത്ത കേൾക്കും, വാക്ക് പാലിക്കാൻ പറ്റാതെ വരിക, അങ്ങനെ മാന അപമാനങ്ങളെല്ലാം വന്നു ഭവിക്കുക. പൈസ ഉള്ളവരാണെങ്കിലും അങ്ങനെയൊക്കെ വന്നു ഭവിക്കാം. ചിലർ പറയും പൈസ ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം, പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആരോഗ്യപരമായിട്ടും ഒക്കെ പ്രശ്നങ്ങൾ വന്നാൽ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ വിഷമിച്ച് കിടക്കുന്നവർക്ക് മൂലം നക്ഷത്രക്കാർക്ക് അഭിവൃദ്ധി ഉണ്ടാകും, അംഗീകാരങ്ങൾ ഉണ്ടാകും, സ്ഥാനമാനങ്ങൾ ലഭിക്കും. അതുപോലെ ഒരു വാഹനം കൈകാര്യം ചെയ്യുന്നവർക്കായാലും വാഹന സംബന്ധമായ ജോലികളൊക്കെ ചെയ്ത് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുവാൻ യോഗമുണ്ട്. അതുപോലെ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും ആർക്കിടെക്റ്റേഴ്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, എക്സ്റ്റീരിയർ ഡിസൈനേഴ്സ്, മറ്റ് സുഗന്ധദ്രവ്യങ്ങളുടെ കൃഷി ചെയ്യുന്നവർ, മറ്റ് ഫർണിച്ചർ പോലെയുള്ള ജോലികൾ ചെയ്യുന്നവർ, ഫർണിച്ചറിൻ്റെ വർക്കുകൾ ചെയ്യുന്നവർ, അതൊക്കെ ഡിസൈനിങ്ങിൻ്റെ ഭാഗമായിട്ട് വരും. വീടുകളുടെയോ ആയാലും വാഹനങ്ങളുടെയൊക്കെ ആയാലും ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ നേട്ടങ്ങളുണ്ടാകും. വാഹനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല ഡീലേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അത് ഭക്ഷണ പദാർത്ഥങ്ങളായാലും വസ്ത്രമായാലും മറ്റ് ഇതര വസ്തുക്കളുടെയൊക്കെ ഡീലിംഗ് നടത്തുന്നവർക്കൊക്കെ വളരെ നല്ലതാണ്. ഡീലേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, പ്രൊഡക്ഷൻ നടത്തുന്നവർ, അതുപോലെ അവിടെ ജോലികൾ ചെയ്യുന്നവർക്ക് ഒക്കെ ജോലി സ്ഥിരതയുണ്ടാകുക, സമൂഹത്തിൽ മാർക്കറ്റിംഗ് അത് നില ഭദ്രമായിട്ട് മാർക്കറ്റിംഗ് നടക്കുന്നതിനുമൊക്കെ നല്ല കാലാവസ്ഥ അനുകൂലമായിട്ട് സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരുന്നതിനും കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും അനുകൂലമാണ്. അതുപോലെ തന്നെ വിവാഹം കഴിച്ച് ദമ്പതികളായിട്ട് ജീവിക്കുന്ന മൂല നക്ഷത്രക്കാർക്ക് വളരെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാൻ പറ്റുന്ന ഒരു കാലമാണ്. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ഒക്കെ യോഗമുണ്ട്. ഞാനീ പറയുന്നതൊക്കെ വിഷുഫലമാണ്. വിഷുവിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി അന്നേരത്തെ ആഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് അത് വ്യക്തിപരമായ കാര്യങ്ങൾ, അതായത് ജാതകം നോക്കുന്നതിനോ മറ്റ് കവടിയാല് മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് അവസരമുണ്ടായിരിക്കണം. ഒന്നിൽ നേരിട്ട് വരികയോ അല്ലെ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ട്. വിവാഹപ്പൊരുത്തം നോക്കുന്നതിനായാലും മംഗളകാര്യങ്ങൾക്ക് ഒരു കാര്യങ്ങൾക്കൊക്കെ ഒരു മുഹൂർത്തം നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നേരിട്ട് വരികയോ ഓൺലൈനായിട്ടൊക്കെ വരാനായിട്ട് നേരിട്ട് വരാനും ഒരു ജ്യോത്സ്യരെ കാണാൻ പോകാനും ഒക്കെ സൗകര്യം എല്ലാവർക്കും എപ്പോഴും സമയം ഒത്തെന്ന് വരികയില്ല. അതിന് ഓൺലൈനായിട്ട് അതിനുള്ള അവസരമുണ്ടായി. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.